മൂന്നാർ ടൂർ വരാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആട്ടുകാട് വാട്ടർഫാൾസിലെത്താം. അധികം ആൾക്കാരൊന്നും വരാത്ത, നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന, വലിയ ശല്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് ആട്ടുകാട് വാട്ടർഫാൾസ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. മൂന്നാറിലേക്കുള്ള വഴിപണി നടക്കുവാണ്, അതുകൊണ്ടാണ് ഈ കാണുന്ന തിരക്ക്. അതല്ലാതെ ഓവറായിട്ടുള്ള തിരക്കൊന്നും ഇപ്പോൾ ഈ സമയത്തില്ല. ഇതൊരു പീക്ക് സീസൺ ടൈമും അല്ല. പള്ളിവാസലെത്തുമ്പോൾ സൈഡിലോട്ട് ആട്ടുകാട് വാട്ടർഫാൾസ് 2.5 കിലോമീറ്റേഴ്സ് എന്നൊരു ബോർഡ് കാണും. ആ ബോർഡും പിടിച്ച് നേരെ നമ്മൾ കയറിപ്പോയാൽ മതി. മെയിൻ റോഡല്ല ഇത്. ചുറ്റും നമ്മളെ വരവേൽക്കുന്നത് ഈ കാണുന്ന പോലെ പച്ച വിരിച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്. ടാറ്റയുടെ ഒരു പാക്കേജിംഗ് ഫാക്ടറി യൂണിറ്റാണിത്. ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും തേയില കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രദേശം, കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ഫാക്ടറിയാണ്. ഇതും കണ്ട് നേരെ നമ്മൾ ആട്ടുകാട് വാട്ടർഫാൾസിലേക്ക് പോവുകയാണ്. കഥ ഇനിയാണ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് റോഡിൻ്റെ അവസ്ഥ. നല്ല രീതിയിൽ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു റോഡ്. വീതിയാണെങ്കിൽ തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ആദ്യമായിട്ട് പോകുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക, സൈഡ് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച്. കാരണം വീതി കുറവായതുകൊണ്ട് താഴേക്ക് തെന്നിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ ഒരു കാറ് വരുന്ന ഗ്യാപ്പ് നോക്കിക്കേ. ഞങ്ങൾ ഏതായാലും ബൈക്കിനാണ് പോയത്, അതുകൊണ്ട് നമുക്ക് അത്ര വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് ചെറിയ ചാറ്റൽ മഴയുള്ള, ഒത്തിരി തിരക്കില്ലാത്ത ഒരു സമയമാണ്. അതായത് മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന, നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും, അത്യാവശ്യം മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന ഒരു സമയം. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് തന്നത്. കാരണം ഓവർ തണുപ്പില്ല, ഓവർ മഴയില്ല, ചൂടില്ല, എല്ലാം കൂടെ ഇടകലർന്ന് നിൽക്കുന്ന ഒരു അടിപൊളി കാലാവസ്ഥ. ഓരോ വളവ് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്തോറും ആട്ടുകാട് വാട്ടർഫാൾസ് ഇങ്ങനെ അടുത്ത് വരുന്നതായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. യൂക്കാലിപ്റ്റിസ് മരങ്ങളുടെ തോട്ടത്തിൽ കൂടെയൊക്കെയാണ് യാത്ര. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ 2.5 കിലോമീറ്റർ നിങ്ങളെ ഒരിക്കലും അടുപ്പിക്കില്ല. അത്രയ്ക്ക് രസമാണ് ഈ രണ്ട് സൈഡും കാണാൻ. വഴി ഇച്ചിരി മോശമാണെങ്കിലും സീനറി ഒരു രക്ഷയില്ലെന്ന് വേണേൽ പറയാം. അങ്ങനെ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വീണ്ടും ആട്ടുകാട് വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ നമ്മൾ അവിടെ എത്തിച്ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ഞങ്ങൾ ഈ പാലത്തെ കൂടെ ബൈക്ക് കയറ്റി റോഡിൻ്റെ അപ്പുറം കൊണ്ടാണ് വണ്ടി നിർത്തിയത്. പ്രത്യേകിച്ച് പാർക്കിംഗ് ഏരിയ ഒന്നുമില്ല. ഒരു കുരുമുളക് തോട്ടമൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ നടന്ന് ആട്ടുകാട് വാട്ടർഫാൾസിലേക്ക് പോകാം. ഇതാണ് ഓപ്പോസിറ്റുള്ള വ്യൂ. ഞങ്ങൾ ആദ്യം ചെന്നത് ഇതിൻ്റെ സൈഡിലൊരു ചെറിയ ടീ ഷോപ്പുണ്ട്, അവിടെയാണ്. ചായ കുടിക്കാനല്ല എന്നത്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ സ്റ്റെയർ വഴി മേളിലേക്ക് പോകാം. അത് കാശ് കൊടുക്കണം. പെർ പേഴ്സണ് 20 രൂപയാണ് അവിടുത്തെ അവർ ചാർജ് ചെയ്യുന്നത്. ആ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയാൽ നമുക്ക് ഈ വെള്ളച്ചാട്ടം കുറച്ചുകൂടി അടുത്ത് നിന്ന് വേറൊരു വ്യൂവിൽ കാണാൻ സാധിക്കും. ഞങ്ങൾ ആ മേളിലോട്ട് കയറിയപ്പോൾ ഒരു 3-4 പേര് നിൽപ്പുണ്ടായിരുന്നു. എപ്പോഴും ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഇവിടെ അത്യാവശ്യം ആളുകളുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കുറച്ചുകൂടി ഒരു സ്കൈ വ്യൂ പോലെ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ വാട്ടർഫാൾസ് കാണാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് നമ്മൾ കയറി വന്ന ആ പാലം. കഷ്ടിച്ചൊരു വണ്ടിക്ക് കടന്നു പോകാനുള്ള വീതി മാത്രമേ ആ പാലത്തിനുള്ളൂ. മഞ്ഞ ട്രാക്ടർ കാണാം. മൂന്നാറിലൊരു ഒരു പൈതൃകമായിട്ട് നിലനിൽക്കുന്ന ഒരു സാധനമാണ് ഈ മഞ്ഞ ട്രാക്ടർ. തേയില കൊണ്ടുപോകുന്ന ട്രാക്ടറാണ്. അതിൽ നമ്മൾ മുകളിലത്തെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് നേരെ താഴോട്ടിറങ്ങി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒരു ചായ കുടിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. അത്യാവശ്യം ചെറുകടികളെല്ലാം കിട്ടുന്ന ഒരു ചെറിയ ചായക്കട. എന്നിട്ട് നേരെ പാലത്തിലോട്ട് കയറി. ഇത് പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡുള്ള വ്യൂ ആണ്. റിസോർട്ടുകളൊക്കെ കാണാം. പാലത്തിൽ അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാനും ഇത് കാണാനും വേണ്ടി വന്ന് നിൽക്കുന്നവരാണ്. പക്ഷേ എന്തൊക്കെയായാലും ഇപ്പോൾ വലിയ തിരക്കില്ല. ഇതെപ്പോഴും തന്നെ ഒരു തിരക്കില്ലാത്ത സ്ഥലമാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി വേറെ ആരും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേണം നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ. അത്യാവശ്യം വഴുക്കലുള്ള പാറകളും തെന്നിപ്പോകാൻ സാധ്യതകളുള്ള ഏരിയയൊക്കെയാണ് ഈ കാണുന്നത്. നമ്മൾ ആദ്യം കയറി നിന്ന ആ ടീ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റുള്ള വ്യൂ ആണിത്. ഇപ്പോൾ അവിടെ ആൾക്കാരുടെ എണ്ണം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. എല്ലാവരും ഈ വാട്ടർഫാൾസ് അടുത്ത് നിന്ന് കാണാൻ വേണ്ടി ഉള്ള തിരക്കിലാണ്. പുറകിൽ ഏലത്തോട്ടങ്ങളൊക്കെ കാണാൻ സാധിക്കും. എന്തൊക്കെയായാലും ഈ വ്യൂ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദമെല്ലാം കേട്ട് നിന്ന്. ഈ പാലം, ഇവിടുത്തെ പാലം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് പബ്ലിക് ഏരിയ ആണ്. അത്യാവശ്യം വണ്ടികളൊക്കെ വരുന്ന സ്ഥലവുമാണ്. വീതിയുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടികൾ കടത്തിവിടാൻ പാകത്തിന് നിങ്ങൾ മാറി നിന്നിട്ടേ ഫോട്ടോ എടുക്കാവുള്ളൂ. കാരണം വേറൊരു വണ്ടിക്ക് പോകാനുള്ളൊരു സ്ഥലമില്ല. പിന്നെ കുറച്ചുകൂടി വലിയ വണ്ടി വന്നാൽ അത് പ്രശ്നവുമാണ്.
ഈ കാണുന്ന ഏലത്തോട്ടമൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം മൂന്നാറിനെ സംബന്ധിച്ചിടത്തോളം ഏലത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളും അതുപോലെ എന്തൊക്കെയാ സ്പൈസസ് ആയിക്കോട്ടെ അതൊക്കെ പൈസ കൊടുത്ത് ടിക്കറ്റ് വെച്ച് ആൾക്കാരെ കാണിക്കുന്ന ഒരു സംഭവം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പം ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് 5 പൈസ മുടക്കില്ലാതെ ഇതെല്ലാം അടുത്ത് കാണാം. അപ്പം അടുത്ത് കാണാനേ നിങ്ങൾ ശ്രമിക്കാവൂ, ഒന്നും പറിച്ച് കളയോ അല്ലെ അത് നശിപ്പിക്കാനൊന്നും ശ്രമിക്കരുത്. ഏതായാലും അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു കയറി വരുവാണ്. ഇപ്പം കാലാവസ്ഥ കുറച്ചുകൂടി മാറിയിട്ടുണ്ട്, വഴി കുറച്ചുകൂടി തെളിഞ്ഞു, മഞ്ഞ് കുറച്ചുകൂടി ഇറങ്ങി. നിങ്ങളിത് കാണാൻ പോകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ റോഡിന് വീതിയില്ല. പിന്നെ നിങ്ങൾ കുറച്ചുകൂടി വലിയ വണ്ടിയായിട്ട് പോവുകയാണെങ്കിൽ അടിയൊന്നും തട്ടാതിരിക്കും. അല്ലേ നിങ്ങൾ മേളിൽ വണ്ടി നിർത്തിയിട്ട് ഓട്ടോ വിളിച്ചും പോകാം. ഓട്ടോ വിളിക്കുമ്പോൾ ഓട്ടോ ചാർജ് ചോദിക്കുക, വെയിറ്റിംഗ് ചാർജ് ചോദിക്കുക, ഇതെല്ലാം കൺഫേം ആക്കിയിട്ട് മാത്രമേ ഓട്ടോ വിളിക്കാവുള്ളൂ. എന്തൊക്കെയായാലും ഇതൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു ടിപ്പ്. തിരിച്ചു പോകുന്ന വഴിക്ക് ആട്ടുകാട് വാട്ടർഫാൾസ് ഒന്നുകൂടെ നോക്കി എന്നിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. മുകളിലൂടെ കയറി വരുന്തോറും കാലാവസ്ഥയ്ക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പം നല്ല ശക്തമായിട്ട് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആട്ടുകാട് വാട്ടർഫാൾസിൻ്റെ ഓരോരോ വിശേഷങ്ങളും. എന്നെക്കൊണ്ട് പറഞ്ഞു തരാൻ പറ്റുന്നതെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.